ഇനി മലയാളി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. കേരള സ്റ്റോറി 2, കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്ന് പറയുന്ന ഒരു ചിത്രം വന്നു. ചിത്രത്തിൻ്റെ കണ്ടന്റിനെ കുറിച്ചോ അതിൻ്റെ ലവ് ജിഹാദിനെ കുറിച്ചോ ഒന്നും ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല. അത് മറ്റൊരു വിഷയമാണ്, ചർച്ച ചെയ്യാം. പക്ഷേ ഇന്നലെ ആ സബ്ജക്റ്റ്, ഒരു വിഷയത്തിൽ ഒരു സിനിമ എടുക്കുന്നവരാണ്. ഇന്ത്യയിൽ എന്താണ് നിയമം? ഭരണഘടനാപരമായിട്ടുള്ള നിയമം എന്താണ്? സെൻസർ ബോർഡ് അത് കാണും. സെൻസർ ബോർഡ് കണ്ടതിന് ശേഷം എ സർട്ടിഫിക്കറ്റ്, യു സർട്ടിഫിക്കറ്റ്, യു സർട്ടിഫിക്കറ്റ്, എസ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ പല പല സർട്ടിഫിക്കറ്റുകൾ കൊടുക്കും. ആ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പ്രായപൂർത്തിയായവർക്ക് മാത്രമേ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ, അവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. യു ആണെങ്കിൽ രണ്ട് കൂട്ടർക്കും കുറച്ച് കാണാൻ പറ്റും. യു ആണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഇങ്ങനെയുള്ള പല പല കണ്ടീഷൻസ് വെച്ചിട്ടാണ് സിനിമ കൊടുക്കുന്നത്. അതിനാണ് സെൻസർ ബോർഡ് വെച്ചിരിക്കുന്നത്. അശ്ലീല രംഗങ്ങൾ അവർ കട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിന് എ സർട്ടിഫിക്കറ്റ് കൊടുക്കും. എ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പിന്നെ തിയേറ്ററിൽ 15-18 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് കൊടുക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ സെൻസർ ബോർഡ് ഒരു സിനിമയ്ക്ക് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോടതി പോവുകയാണ്. കുറച്ച് പേര് ഓക്കെ, കോടതി പൊക്കോട്ടെ. കോടതിയുടെ സിംഗിൾ ബെഞ്ച് കേരള സ്റ്റോറി അവതരിപ്പിക്കണം പാടില്ല എന്ന് പറഞ്ഞു, മതസ്പർദ്ധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഡബിൾ ബെഞ്ച് ഉണ്ടല്ലോ, അതായത് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അത് തിയേറ്ററിൽ വരുമ്പോൾ മാനവികതയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ സഹാക്കൾ ഇന്നലെ തിയേറ്ററിൽ ചെന്ന് ആളുകളെ വരട്ടുന്നു. പലർക്കും പണം തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. തിയേറ്റർ മുന്നിൽ പ്രതിഷേധം നടത്തുന്നു. ഇതെന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്? ഇതെന്ത് കലാസ്വാതന്ത്ര്യമാണ്? എമ്പുരാൻ സിനിമ വന്നു. എമ്പുരാൻ സിനിമയിൽ കൃത്യമായി ഇവിടുത്തെ സംഘപരിവാർ സംഘടനകളെ വളരെ കൃത്യമായി എമ്പുരാൻ സിനിമയിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എമ്പുരാൻ സിനിമയെ സെൻസർ ബോർഡുകാർ കൈകാര്യം ചെയ്തു എന്നുള്ളതല്ലാതെ ആരെങ്കിലും തിയേറ്ററിൽ പോയി കൈകാര്യം ചെയ്തോ? സെൻസർ ബോർഡുകാർ പറഞ്ഞു അതൊന്നുകൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ നിർമ്മാതാക്കളും സംവിധായകരൊക്കെ അത് പരിശോധിച്ചു, പുതുക്കിയെടുത്തു. പക്ഷേ എന്നിട്ടും ആ സീനുകളൊക്കെ പലതും ഇവിടെ OTT പ്ലാറ്റ്ഫോമിലും മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ജനങ്ങളെല്ലാം കണ്ടു. എമ്പുരാൻ്റെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. എന്തുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ എന്ത് അവകാശമാണുള്ളത്? സിനിമ കാണുന്നവർ കാണട്ടെ, കാണാതിരിക്കുന്നവർ കാണാതിരിക്കട്ടെ. എന്തായാലും ഇന്നലെ കേരള സ്റ്റോറി ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. രാജ്യത്തെ 1800ഓളം തിയേറ്ററുകളിലും വിദേശ രാജ്യത്തിൽ 300ഓളം തിയേറ്റർ, 2000ഓളം തിയേറ്ററുകൾ, 2100 തിയേറ്ററുകൾ ഇത് വന്നു. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സംഘപരിവാർ ആളുകളും BJP ആളുകളും ഹിന്ദു സംഘടനകളും ഒക്കെ ഇത് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അവർ കൂടുതൽ കാണാൻ പോവുകയും മറ്റ് സ്ഥലങ്ങളിൽ ഇത് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോകും. എന്തിനാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്? എന്തായാലും ഇന്നലത്തെ കഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ചിത്രം ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. ജനങ്ങൾ ഏറ്റെടുക്കണമെന്ന് നിർബന്ധവും ഇല്ല. ജനങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, ഒരു മതസൗഹാർദ്ദമാണ്, മതേതരത്വമാണ്, ഇവിടെ മുസ്ലിംസിൻ്റെ ലവ് ജിഹാദ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു സിനിമയിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത് ശരിയല്ല. കേരള സ്റ്റോറി എന്ന് പേരിടുമ്പോൾ അതിന് വേറെ അർത്ഥം വരും. കേരളത്തെക്കുറിച്ച് മോശപ്പെടുത്തുന്നതാണോ എന്ന് തോന്നും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലവ് ജിഹാദ് ഇട്ടാൽ മതിയായിരുന്നല്ലോ. സിനിമയുടെ പേര് ലവ് ജിഹാദ് എന്നിട്ടാൽ പ്രശ്നം തീരുമല്ലോ. കേരള സ്റ്റോറി എന്നിടുമ്പോൾ അത് കേരളത്തെ ബാധിക്കുന്നതാണ്. കേരളത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ പേരിനെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കഥ. എന്തായാലും ഇന്നലെ ആ തിയേറ്ററുകളിൽ ഇറങ്ങി. അത് ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് പല പ്രദർശനങ്ങളും മുടങ്ങിയത്. ഓൺലൈൻ ബുക്കിന് പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളി ശനി ദിവസങ്ങളിൽ സിനിമയ്ക്ക് കാണികളെ ലഭിച്ചില്ലെന്നത് തിയേറ്റർ ഉടമകൾ പറഞ്ഞു. കോഴിക്കോട്ടെ തിയേറ്ററിൽ 2 പേർ മാത്രമാണ് ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ട് പ്രദർശനമാക്കി. കൊച്ചി, എറണാകുളം ജില്ലയിൽ 7 തിയേറ്ററുകൾ റിലീസ് ചെയ്തെങ്കിലും കാണാൻ ആളുകൾ കുറവായതിനാൽ മറ്റ് സിനിമകളിലേക്ക് അവർ മാറിപ്പോയി. അപ്പോൾ എന്തായാലും കേരള സ്റ്റോറിക്ക് അതിനെ കേരളത്തിലെ ജനങ്ങൾ 2 കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്ന്, ഈ മതേതര ചിന്ത ഉണ്ടായിരിക്കാം. രണ്ടാമത് പേടിച്ചു പോയി. DYFI ഒക്കെ സമരവും പോലീസും അട്ടഹാസവും ഒക്കെ ആകുമ്പോൾ അവിടെ പോയാൽ പിന്നെ ആദ്യത്തെ ഷോയിൽ അടിയാണെങ്കിൽ പിന്നെ അടുത്ത ഷോയ്ക്ക് ആരും പോകില്ലല്ലോ. എന്തായാലും അത് നടന്നു. എന്തായാലും വിവിധ സംഘടനകൾ അതിനു മുമ്പേ പ്രതിഷേധിച്ചു. 15 ദിവസത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞെങ്കിലും നിർമ്മാതാക്കളുടെ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ചാണ് ഇതിനകത്ത് അനുവാദം കൊടുത്തത്. അപ്പോൾ ഇതിനിടയിൽ പല നേതാക്കളും സിനിമ കാണുമെന്നും കുറച്ച് പേർ കാണില്ല എന്നും ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്, കേരള സ്റ്റോറി എന്ന സിനിമ എന്തെങ്കിലും ത്രെഡ് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യുകയും ആവശ്യമുള്ളത് മാത്രം സമൂഹം എടുക്കുകയും ആവശ്യമില്ലാത്തത് എടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിഷയം. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ സെൻസർ ബോർഡ് അംഗീകരിക്കുന്ന സിനിമകളെ അത് കേന്ദ്ര ഗവൺമെൻറ് വെട്ടിയാലും, ഇവിടെ ഫിലിം ഫെസ്റ്റിവലിൽ പല പോലുള്ള പല ചിത്രങ്ങളെയും വെട്ടി എന്നുള്ള വലിയ വിഷയങ്ങളൊക്കെ വന്നു. ആര് വെട്ടിയാലും, കേന്ദ്ര സർക്കാർ വെട്ടിയാലും കേരള സർക്കാർ വെട്ടിയാലും അതുപോലെ തന്നെ ഹൈക്കോടതി വെട്ടിയാലും കോടതികൾ വെട്ടിയാലും ഇനി ജനങ്ങൾ നിഷേധിച്ചാലും
സെൻസർ ബോർഡ് അനുവദിക്കുന്ന ഒരു സിനിമ തിയേറ്ററുകളിൽ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതാണ്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമ്മളിനി വർത്തമാനം പറഞ്ഞ് മാനവീയ ഭീതികളിൽ നമ്മൾ സമയം കളയരുത്. ഒരു വശത്ത് വൺ സൈഡഡ് ആയിട്ടുള്ള സെലക്റ്റീവായിട്ടുള്ള സെലക്ഷൻ നടത്തി നമുക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് മാത്രമാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണ്ടേ. അതിന് പകരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒരു വശത്ത് സമരവും ബഹളവും അട്ടഹാസവും നടക്കുകയും മറുവശത്ത് സെൻസർ ബോർഡ് ഔദ്യോഗികമായി അനുവാദം കൊടുത്തൊരു സിനിമ അവതരിപ്പിക്കാതിരിക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്നിടത്ത് ഒരു ജനാധിപത്യവുമില്ല. ജനാധിപത്യത്തിൻ്റെ വേരുകളും ഇല്ലാതാവും, അത് ഉണങ്ങിപ്പോകും. ഒരു കാരണവശാലും അത് അനുവദിക്കാവുന്നതല്ല. തിയേറ്ററുകളിൽ ഓടട്ടെ, താല്പര്യമുള്ളവർ കാണട്ടെ, താല്പര്യമില്ലാത്തവർ കാണാതിരിക്കട്ടെ, വേണമെങ്കിൽ എടുത്ത് അറബിക്കടലിൽ എറിയട്ടെ, നമുക്കതിനകത്തൊന്നും അഭിപ്രായമില്ല. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ നാട്ടിൽ അതിനുവേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയുടെ പേരിൽ അതിൽ DYFI വലിയ മാനവികത പറയുകയും വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുകയും നമുക്കിഷ്ടമില്ലാത്തത് വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഇഷ്ടമില്ലാത്തത് വരുമ്പോൾ, അപ്രിയമായൊരു സത്യം വരുമ്പോൾ, അത് സത്യമാണോ ശരിയാണോ തെറ്റാണോ എന്ന് സമൂഹം ചർച്ച ചെയ്യുന്നതിന് പകരം അതിനെ കണ്ടില്ല എന്ന് നടിച്ച് അതിനെ എതിർത്ത് ഭൗതികമായി കായികമായി പോയി ടിക്കറ്റ് എടുത്തവരെ വരട്ടും, ടിക്കറ്റ് എടുത്തവർക്ക് പൈസ തിരിച്ചു കൊടുക്കും, അവരെ കാണാൻ അനുവദിക്കാതെ തിയേറ്റർ പൂട്ടും, അവിടെ ബഹളമുണ്ടാക്കും, തല്ലും പൊളിക്കും എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല. അതിൽ നിന്ന് DYFIയും ഇടതുപക്ഷ ആളുകളും പിന്മാറണം. സിനിമ കാണണോ വേണ്ടേ എന്നുള്ളത് പൊതുജനങ്ങളുടെ ചോയ്സാണ്. സിനിമയ്ക്ക് അനുവാദം കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് സെൻസർ ബോർഡിൻ്റെ ചോയ്സാണ്. ഏത് വിഷയത്തിൽ സിനിമ എടുക്കണമെന്നുള്ളത് നിർമ്മാതാവിൻ്റെയും അഭിനയിക്കുന്നവരുടെയും സംവിധായകൻ്റെയും ചോയ്സാണ്. ഇത് വളരെ പ്രധാനമാണ്. ഈ ചോയ്സുകളെല്ലാം നമ്മൾ കൊന്നുകൊണ്ട് നമുക്കിഷ്ടമുണ്ടെങ്കിൽ അത് കാണാം, നമുക്കിഷ്ടമില്ലെങ്കിൽ അത് കാണാൻ പറ്റില്ല, അവിടെ നമ്മൾ ഗുണ്ടായുസം കാണിക്കും, അല്ലെങ്കിൽ നമ്മൾ തല്ലുണ്ടാക്കും എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് അനുവദനീയമല്ല. അത് ഒരിക്കലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യവുമല്ല.